ദൗത്യം നിർത്തിയേക്കുമെന്നതിന്റെ സൂചനകൾ തന്നെയാണുള്ളത്. പ്രതീക്ഷയുടെ, ആശ്വാസത്തിന്റെ, അതിജീവനത്തിനായുള്ള പ്രേരണയുടെ നേരിയ സിഗ്നലുകളായിരുന്നു അത്. പക്ഷെ ആ സിഗ്നലുകൾ തേടിയുള്ള തെരച്ചിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യമായൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള നിരാശാജനകമായ ദുഃഖകരമായ യാഥാർത്ഥ്യം അവിടെ ബാക്കി കിടക്കുന്നു. സൈന്യം ഉൾപ്പെടെ പിൻവാങ്ങുകയാണ്. കാരണം ആ സിഗ്നൽ കണ്ടെടുത്ത് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് വലിയ പരിശോധനകളും തെരച്ചിലും ഇതുവരെ മണിക്കൂറുകളോളം നീണ്ട തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ആ തെർമൽ റഡാർ ഉപയോഗിച്ച് വീണ്ടും ഒരു തെരച്ചിൽ നടത്തിയിട്ടുണ്ടാകും. ഒരു പക്ഷേ ആ റഡാർ വീണ്ടും സിഗ്നലുകളൊന്നും കാണിച്ചില്ല എന്നതിൻ്റെ സൂചനകൾ കൂടി വരുന്നു. അസ്ലം കേൾക്കാമെങ്കിൽ അസ്ലം കേൾക്കാമോ? റൈറ്റ്, അസ്ലമിനെ വേഗത്തിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദൗത്യം നിർത്തി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൗത്യം നിർത്തിയിരിക്കുന്നു. നമുക്ക് വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവും പകർന്നുകൊണ്ടായിരുന്നു. ഒരു പക്ഷെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, നമുക്ക് തുടിപ്പ് ബാക്കിയായ മനുഷ്യജീവനുകൾ ഏതെങ്കിലും ഇന്ന് കിട്ടാൻ പോകുന്നു എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന മണിക്കൂറുകൾക്ക് പരിസമാപ്തിയാകുന്നു. ദുഃഖകരമായ പരിസമാപ്തിയാകുന്നു എന്ന് വേണം പറയാൻ. ദൗത്യം നിർത്തിയിരിക്കുന്നു. അസ്ലം കേൾക്കാമെങ്കിൽ എന്തുകൊണ്ട് നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഈ രക്ഷാദൗത്യം നടത്തിയിരിക്കുന്നു സൈഫുദ്ദീൻ. അതായത് ഈ ഫ്രീക്വൻസി കൃത്യമായി പരിശോധിച്ചപ്പോൾ ആ കെട്ടിടത്തിന്റെ പുറത്തായിരുന്നു ശരിക്കും ആ ഒരു ഫ്രീക്വൻസി കണ്ടത്. അതുകൊണ്ട് തന്നെ ആ തെർമൽ സ്കാനറുടെ ഫ്രീക്വൻസി കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ JCB ഹിറ്റാരിച്ച് ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നോക്കി, തെരഞ്ഞു നോക്കി, പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. മാത്രമല്ല ഇവിടെ ഒരു വൃദ്ധ വയസ്സായ ഒരാളുടെ സാന്നിധ്യമാണ് പ്രതീക്ഷിച്ചത്. അവരുടെ ബന്ധുക്കളും പറഞ്ഞു എന്തായാലും ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ ഈ ഒരു ഉൾപ്പെട്ടലിൽ അദ്ദേഹം അതിജീവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ ഒരു രാത്രി ദൗത്യം തുടരേണ്ടതില്ല എന്ന് ബന്ധുക്കളും കൂടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാത്രി തിരച്ചിൽ നടത്തിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ആദ്യം ഒരു തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ആ തെരച്ചിൽ നടത്തി 2 മണിക്കൂറോളം തെരച്ചിൽ നടത്തി അവസാനിപ്പിച്ചതാണ്. അതേസമയം ജീവന്റെ സ്പന്ദനം ഉണ്ടായിരിക്കാതെ ഒരു മനുഷ്യജീവനാണോ എന്ന് തിരിച്ചറിയാതെ അത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ, സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആ തെരച്ചിൽ ആരംഭിച്ചത്. അതിന് കെട്ടിടം പൊളിച്ചുകൊണ്ട് തന്നെ തെരച്ചിൽ നടത്താമെന്നൊരു തീരുമാനത്തിൽ എത്തുകയും ആ കെട്ടിടമുടമയുടെ അനുമതി തേടുകയൊക്കെ ചെയ്തു. അതേസമയം സൈന്യം ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പായി തെർമൽ സ്കാനർ ഉപയോഗിച്ച് വളരെ വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ കെട്ടിടത്തിന്റെ പുറത്താണ് സിഗ്നൽ. വീണ്ടും ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം വരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് അതുകൂടെ കേൾക്കേണ്ടതുണ്ട് സൈഫുദ്ദീൻ. അതായത് എന്തുകൊണ്ട് ഈ തീരുമാനമെടുത്തു? ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. ദൗത്യം കേൾക്കാം. പറഞ്ഞോളൂ അസ്ലം, കേൾക്കാം. സൈഫുദ്ദീൻ, ഇപ്പോൾ ദൗത്യം അവസാനിച്ച് മടങ്ങുകയാണ്. സൈന്യവും സൈന്യത്തോടൊപ്പമുള്ള തെർമൽ സ്കാനറിന്റെ സംഘവും മടങ്ങുകയാണ്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും മടങ്ങുകയാണ്. അതായത് ഒരു ജീവന്റെ സ്പന്ദനമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ പ്രതികരണം, ഒരു നീക്കത്തിലേക്കാണ് നീങ്ങിയത്. ഇന്ന് രാത്രിയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മുണ്ടക്കി എന്ന് പറയുന്നത് പ്രളയത്തിൽ ഉരുൾപൊട്ടൽ ശക്തമായി തന്നെ തകർന്ന ഒരു സ്ഥലമാണ്. അതൊന്നും അറിയാൻ എന്നാൽ ഇപ്പോൾ അത് നിർത്തിവെക്കാനുള്ള കാരണം തെർമൽ സ്കാനർ നടത്തിയ കൃത്യമായ പരിശോധനയിൽ പ്രത്യേകമായ കെട്ടിടത്തിന് പുറത്താണ് ആ സിഗ്നൽ കണ്ടത്. ഈ കെട്ടിടത്തിന് പുറത്താണ് ആ സിഗ്നൽ കണ്ടത്. ആ സിഗ്നൽ കണ്ട സ്ഥലത്ത് എന്തായാലും ഇല്ല മൃതദേഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവന്റെ സാന്നിധ്യമോ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായി സംസാരിച്ചു. ഇതാണ് കാര്യം അവരെ ബോധ്യപ്പെടുത്തി. അവരും പറഞ്ഞു എന്തായാലും വയസ്സായ ഒരാളാണ് നമ്മൾക്കിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഉരുൾപൊട്ടലിന് അദ്ദേഹം അതിജീവിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹമാണെങ്കിൽ ഒരുപക്ഷെ നാളെ കണ്ടെത്തിയാലും മതി. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ സൈന്യത്തിനെയും അതോടൊപ്പം തന്നെ മറ്റു രക്ഷാപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് ബന്ധുക്കളും എത്തിയോടുകൂടിയാണ് രക്ഷാധ്യാനം ദൗത്യം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വളരെ ശ്രമകരമായ പക്ഷേ നമുക്ക് ഈ ഒരു ചൂരൽമല ഉരുൾപൊട്ടലിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. മഹേഷ്, ഈ ഒരു നമുക്ക് വളരെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു എന്ന് പറയാം. അതേസമയം ഇപ്പോൾ അത് സാങ്കേതികമായ കാരണങ്ങൾ
കാരണങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കണം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അസ്ലം പറഞ്ഞത് തന്നെയാണ്. കാരണം വലിയൊരു പ്രതീക്ഷ നൽകിയിരുന്ന ഒരു കാര്യമാണ്. ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ കണ്ടതോട് കൂടിയാണ് ഇങ്ങനെയൊരു ദൌത്യത്തിന് മുതിർന്നത്. 2 തവണ നമുക്ക് പ്രതീക്ഷ കിട്ടി. പക്ഷേ 3-ാം തവണ എത്തുമ്പോൾ അത് അസ്ഥാനത്തായി. പക്ഷെ പിന്നീടും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു. ആ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു ദൌത്യം നിർത്തിവെക്കേണ്ട സാഹചര്യം. വലിയ പാതിരാത്രിയാണ് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. വലിയ ചെളിക്കെട്ടുള്ള സ്ഥലമാണ്. നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്ര ദുഷ്കരമായ ഒരു ദൌത്യം സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ ദൌത്യം ഇപ്പോൾ നിർത്തിവെക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം കൂടി നമുക്ക് സംസാരിക്കാം. ശരിക്കും ബന്ധുക്കൾ എന്താ പറഞ്ഞത്? അവരോട് ബന്ധുക്കൾ പറഞ്ഞത് ഈ ബിൽഡിങ്ങിനുള്ളിൽ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ ഫുള്ള് പാറ കൊണ്ട് കെട്ടിയിട്ട് തേച്ച് മെനിക്കിയ സ്ഥലമാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിന്റെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അപ്പൊ അതിന്റെ 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൽ റോഡിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു. അതിൽ ഓടി കയറുമ്പോൾ ഒരു 85 വയസ്സുള്ള പ്രായമുള്ള ഒരു വല്യപ്പുണ്ട്. അവര് മിസ്സിംഗ് ആണ്. അവരുണ്ടെങ്കിലേ ഉള്ളൂ. ഈ സ്ഥലത്ത് മിസ്സിംഗ് ആയത് വല്യപ്പ അവരെ ഒരു വല്യപ്പയാണ് മിസ്സിംഗ് ആയതെന്ന് പറഞ്ഞത്. അവരെ മാത്രമാണ് ഇപ്പൊ മിസ്സിംഗ്. അവർ പറയുന്നത് ഒരു ഡൗട്ട് പറയുന്നത് അവിടെ ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തെരച്ചിൽ നോക്കി കണ്ടില്ല. അതുകൊണ്ട് അവരും ബന്ധുക്കളും പറഞ്ഞു. അവര് പറഞ്ഞു അവര് രാവിലെ ഒരു തെരച്ചിൽ നടത്തിയാണ്. പിന്നെ ഇപ്പൊ ഈ ഒരു സംവിധാനം വന്നുകൊണ്ടാണ് എന്തെങ്കിലും രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുത്തത്. എന്തായാലും അവിടെ ഒരു ജീവന്റെ സ്പന്ദനം ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന സാധ്യത വളരെ പിന്നെ ഒരുപക്ഷെ ശാസ്ത്രീയമായ ഒരു നിർദ്ദേശത്തിന്റെ ഒരു കിട്ടലിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ തിരച്ചിലേക്ക് പോയത്. ആ ഒരു ഘട്ടം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ഇവിടെ ഒരു സാധാരണ രീതിയിലുള്ള പരിശോധനയായിരുന്നു നടന്നിരുന്നത്. അതിന് ഇടയ്ക്ക് പിന്നീട് ഈ തെർമൽ പരിശോധനകൾ നടക്കുന്നു. തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജീവന്റെ തുടിപ്പ്, ഒരു ശ്വാസ മിടിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഈ ബ്ലൂ സിഗ്നലാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് മനുഷ്യജീവനാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ആ കാണുന്ന കെട്ടിടത്തിന് താഴ്ഭാഗത്ത് 2.5 മണിക്കൂറോളം പല ഭാഗത്തായി നോക്കി. പിന്നീടാണ് കെട്ടിടത്തിനകത്തായിരുന്നു സിഗ്നൽ എന്ന് പറഞ്ഞത്. എന്നാൽ കെട്ടിടം പൊളിക്കാൻ തീരുമാനിക്കുകയും JCB വരികയും അതിനുള്ള മുഴുവൻ സംവിധാനം ഒരുക്കുകയും ചെയ്തു. എന്നാൽ കെട്ടിടം പൊളിക്കുന്നതിന് പകരം തൊട്ട് അപ്പുറത്തുള്ള ഭാഗമാണ് കുഴിച്ചത്. അതിന് കാരണം എന്താണ് എന്ന് നമുക്ക് ഇതുവരെ ബന്ധുക്കൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് താഴ്ഭാഗം ഉൾപ്പെടെ കോൺക്രീറ്റ് ഇട്ട് അടച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. പകരം ഈ 2 വീടിന്റെയും കെട്ടിടത്തിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരുപക്ഷെ കാരണം ഒരു വലിയ 85 വയസ്സുള്ള ഒരു വല്യുപ്പയാണ് മിസ്സിംഗ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കാമെന്ന് കരുതി അവിടെ കുഴിച്ചു നോക്കി, അവിടെയും കണ്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നിർത്താൻ തീരുമാനിച്ചത്.